ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചിക്കൻ സ്റ്റ്യൂ. അധികം സ്പൈസ്നെസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലുള്ളൊരു ടേസ്റ്റി ചിക്കൻ സ്റ്റ്യൂ ആണ്. അപ്പോൾ ഇത് നമ്മുടെ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ബ്രെഡിൻ്റെ കൂടെയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ആ ഒരു ബ്രെഡ് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോ മറ്റോ വെച്ചൊന്ന് ആവി കൂടെ കയറ്റിയെടുക്കണം. അപ്പോൾ അതും ഈ ഒരു ചിക്കൻ സ്റ്റ്യൂവും കൂടി ഇപ്പോൾ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു 7 ഏലക്കായ, 6 ഗ്രാമ്പു, 3 പീസ് കറുകപ്പട്ട, ഒരു ചെറിയ പീസ് ജാതിപത്രി, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ തീയിൽ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കളർ ഒന്നും മാറണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 6 പച്ചമുളക് മുറിച്ചത് ചേർക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നാടൻ ചിക്കൻ കറിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് അങ്ങ് വഴന്ന നിറം മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നങ്ങ് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 700 ഗ്രാം ചിക്കനാണേ. അപ്പോൾ ചിക്കൻ ചേർക്കുമ്പോൾ വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റ്യൂ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിടുന്നതാണ് നല്ലത്. ഇനി ഈ ചിക്കൻ ഇതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ എണ്ണയിൽ ഇതേപോലൊരു വൈറ്റ് കളർ ആകും വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ കറിക്ക് ആ ഒരു ചിക്കൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേ പൊട്ടറ്റോ ക്യൂബ്സ് ആക്കിയത്, ഒരു ക്യാരറ്റ് ക്യൂബ്സ് ആക്കി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 2ാം പാല് ഒരു 2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 15 മുതൽ ഒരു 20 മിനിറ്റ് വരെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പോൾ ചിക്കൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 പീസ് ഉരുളക്കിഴങ്ങ് ഒന്നങ്ങ് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ചെറിയൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതൊരു 2-3 മിനിറ്റ് കൂടി ഒന്നങ്ങ് തിളക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ, എല്ലാം ഒന്നങ്ങ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് 1ാം പാല് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1-2 പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇനി ഈ കറി ഒന്നങ്ങ് തിളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ 1ാം പാല് ചേർത്തതിന് ശേഷം കറി തിളപ്പിച്ചാൽ അതൊന്ന് പിരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒന്നങ്ങ് താളിച്ചുകൂടി ഒഴിക്കണം. അതായത് ഉള്ളി മൂപ്പിക്കണം. അതാണ് ആ ഒരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെയ്യിലാണ് മൂപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഫുൾ നെയ്യ് ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. ഇനി കുറച്ച് കടുക്. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ ഒരു 8 ചുവന്ന ഉള്ളി ഞാൻ ഇങ്ങനെ വട്ടത്തിന് മുറിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി കറിവേപ്പില. ഇനി നമുക്ക് നമ്മുടെ സ്റ്റ്യൂവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി.
അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ചിക്കൻ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.